എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പെൻഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. പ്രധാനമായിട്ടും ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു ഗഡു കൂടി ലഭിക്കുവാൻ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തി പഞ്ചായത്തിലെത്താൻ വേണ്ടി ചില അറിയിപ്പുകൾ ഇപ്പോൾ നിലവിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഏപ്രിൽ മാസത്തിൽ 1600 രൂപ പെൻഷൻ ഇപ്പോൾ 95% ആളുകൾക്കും ലഭിച്ചിട്ടുണ്ട്. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ അർഹതയുള്ള എല്ലാ ആളുകളിലേക്കും പെൻഷൻ എത്തിയെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. 2 ദിവസം മുമ്പ് അവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ കൈകളിൽ പണം എത്തുന്ന ആളുകളുടെയും അക്കൗണ്ടുകളിൽ അല്ലെങ്കിൽ അവരുടെ കൈകളിൽ പണം എത്തിയിട്ടുണ്ട്. ഇനി ഈസ്റ്ററിന് മുമ്പായിട്ട് തന്നെ ഒരു മാസത്തെ ഗഡു കൂടി പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയുവാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ കുടിശ്ശികയായിട്ടുള്ള 1600 രൂപയായിരിക്കും അവർക്ക് ലഭിക്കുക. ഈസ്റ്ററിന് മുമ്പ് തന്നെ ഇതിനുള്ള കാര്യങ്ങൾ ചെയ്യുവാനാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ ആലോചന നടക്കുന്നത്. അതിനു മുമ്പായിട്ട് തന്നെ ആരെല്ലാം ആധാർ കാർഡുമായിട്ട് പഞ്ചായത്തിലെത്തണമെന്ന് നമുക്ക് നോക്കാം. പല ആളുകൾക്കും 1600 രൂപയ്ക്ക് പകരം 1300, 1400 രൂപ എന്നിങ്ങനെ പല രൂപത്തിലാണ് പണം എത്താറ്. അവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായിട്ടുള്ള 20% അല്ലെങ്കിൽ 10% ലഭിക്കുന്നത് അവരുടെ അക്കൗണ്ടിൽ കയറാത്തത് കൊണ്ടാണ് അവർക്ക് 1300, 1400 എന്നിങ്ങനെ പല രൂപത്തിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകൾക്ക് പണം എത്താത്തതിൻ്റെ കാരണമായിട്ട് സർക്കാർ പറയുന്നത് അവരുടെ ആധാർ കാർഡുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള മിസ്റ്റേക്കുകൾ കൊണ്ടാണ്. നമ്മുടെ ആധാർ കാർഡ് പാൻ കാർഡുമായിട്ട് കൃത്യമായിട്ടും ലിങ്കാണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നമ്മുടെ പെൻഷൻ ഐ ഡിയും ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെന്നും അതിൽ കൊടുത്തിരിക്കുന്ന പേര് തന്നെയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്നതെന്നും ബാങ്ക് അക്കൗണ്ടിലെ പേര് തന്നെയാണ് ആധാറിലുള്ളതെന്നും കൃത്യമായിട്ടും ഉറപ്പുവരുത്തേണ്ടതാണ്. 3 പേരായി കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ എത്തുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. തുടർച്ചയായിട്ട് 1300, 1400 പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. വാർഡ് മെമ്പർ അല്ലെങ്കിൽ വാർഡ് കൗൺസിലറുമായി ബന്ധപ്പെടുത്തി ഇക്കാര്യങ്ങളൊന്ന് ഉറപ്പുവരുത്തുക. പലർക്കും ഇപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ മാസത്തിൽ 1600 രൂപ കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും അതുപോലെ തന്നെ കഴിഞ്ഞ ഈ മാസത്തിൽ പെൻഷൻ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 50% ആളുകൾ പെൻഷനിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. പലരും പല കാരണങ്ങളാൽ കൊണ്ടാണ് പെൻഷനിൽ നിന്ന് പുറത്തായിട്ടുള്ളത്. പെൻഷൻ മസ്റ്ററിങ് കറക്റ്റായിട്ട് ചെയ്യാത്ത ആളുകളും അതുപോലെ തന്നെ പെൻഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിവിധ സർട്ടിഫിക്കറ്റ് നൽകാത്ത കാരണങ്ങളാൽ കൊണ്ടും പുറത്തായിട്ടുണ്ട്. വൈകല്യമുള്ള ആളുകൾക്ക് എല്ലാ വർഷവും നൽകുന്ന സർട്ടിഫിക്കറ്റ് നൽകാത്തത് കൊണ്ടും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തത് കൊണ്ടും അങ്ങനെ പല കാരണങ്ങളാൽ കൊണ്ടാണ് ഇപ്പോൾ പെൻഷനിൽ നിന്ന് പുറത്തായിട്ടുള്ളത്. പ്രധാനമായിട്ട് നമ്മുടെ ചാനലിൽ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അറിയിപ്പുകളും വന്നാലും കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ, മസ്റ്ററിങ്ങിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ നമ്മൾ വീഡിയോ ഇതിനു മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് നമുക്ക് ഇതുപോലത്തെ വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വീഡിയോസുമായിട്ട് വീണ്ടും കാണും വരെ ഗുഡ് ബൈ.